എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ പാണ്ഡവരാൽ ഗന്ധർവന്മാരിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ദുര്യോധനൻ അപമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിക്കുന്നതും പിന്നീട് തീരുമാനം മാറ്റി കർണനോടൊപ്പം തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് വരുന്നതും വരെയാണ് നമ്മൾ കേട്ടത്. നമുക്ക് മഹാഭാരതം ബാക്കി കേൾക്കാം. ഹസ്തിനാപുരിയിൽ ദുര്യോധനൻ തിരിച്ചെത്തി. അടുത്ത ദിവസം തന്നെ ഭീഷ്മ പിതാമഹൻ രാജസദസ്സ് വിളിച്ചു. പിതാമഹൻ അപ്രകാരം രാജസദസ്സ് വിളിച്ചു കൂട്ടുന്നത് ആദ്യമായി സംഭവിക്കുന്നതിനാൽ തന്നെ വളരെ ഗൗരവമുള്ള എന്തോ കാര്യം പിതാമഹൻ പറയുവാൻ പോകുകയാണ് എന്ന് രാജസഭയിൽ പങ്കെടുക്കണമെന്ന് ആജ്ഞ ലഭിച്ച സകലരും ഊഹിച്ചു. രാജസഭയിൽ വച്ച് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ദുര്യോധന, പാണ്ഡവരെ സ്വന്തം ഐശ്വര്യം കാട്ടി ലജ്ജിപ്പിച്ചു കളയാമെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ നീയും കർണ ദുശാസനാദികളും പരിവാരങ്ങളും ഹസ്തിനപുരിയിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അതിനോടുള്ള എൻ്റെ എതിർപ്പ് നിന്നെ അറിയിച്ചതാണ്. ആ യാത്ര ശുഭകരമായി അവസാനിക്കുകയില്ല എന്ന് ഞാൻ അന്നേ മനസ്സിൽ കണ്ടതാണ്. എന്നാൽ നീ എൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ പോയി. എന്നിട്ടോ ഇപ്പോൾ ഇപ്രകാരം അപമാനിതനായി തിരിച്ച് എത്തിയിരിക്കുന്നു. നീ കാരണം അപമാനപ്പെടുന്നത് കുരുവംശമാണ് ഉണ്ണി. നിന്റെ പ്രവർത്തികൾ അപകീർത്തിപ്പെടുത്തുന്നത് മഹനീയമായ കുരുവംശത്തെ ഒന്നടങ്കമാണ്. പാണ്ഡവരെ ലജ്ജിപ്പിച്ചു കളയാമെന്ന് കരുതി ആളും മേളവും അന്തഃപുര സ്ത്രീകളുമായി ഇറങ്ങിത്തിരിച്ചിട്ട് നീ എന്ത് നേടി ദുര്യോധന? ഒന്നും നേടിയില്ല എന്ന് മാത്രവുമല്ല, ഉള്ള മാനവും തുലച്ചിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നീ സദാ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന പാണ്ഡവർ വേണ്ടി വന്നു നിനക്ക് ജീവൻ തിരിച്ചു ലഭിക്കുവാൻ. വീരനായ അർജുനൻ ഇല്ലായിരുന്നുവെങ്കിൽ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവുക നിന്റെ ജീവനറ്റ ശരീരമായിരുന്നേനെ എന്ന് നീ മറക്കരുത്. പാണ്ഡവർ അവരുടെ ശക്തി എത്ര വട്ടം ബോധിപ്പിച്ചു തന്നാലും നീ എന്താണ് അത് മനസ്സിലാക്കാത്തത് ദുര്യോധന? നീ അവർക്ക് പറ്റിയ ഒരു എതിരാളിയല്ല. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയും നിനക്കില്ല. നിനക്ക് മാത്രമല്ല, നീ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഈ കർണനുമില്ല. വീരന്മാരിൽ വീരൻ എന്ന് നീ വിശേഷിപ്പിക്കുന്ന കർണൻ ആപത് ഘട്ടത്തിൽ സ്വജീവൻ രക്ഷിക്കുവാൻ പലായനം ചെയ്തത് നീ കണ്ടുവല്ലോ അല്ലേ? ഇതാണോ നീ കൊട്ടി ആഘോഷിക്കുന്ന സൗഹൃദം? ഇതാണോ പോരാളിയുടെ ലക്ഷണം? രണഭൂമി വിട്ട് വിരണ്ടോടിയ കർണനെ കണ്ടുകൊണ്ട് നീ പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാമെന്ന് മനക്കോട്ട കെട്ടേണ്ട. കർണൻ പിന്തിരിഞ്ഞ് ഓടിയപ്പോൾ നിന്റെ രക്ഷയ്ക്കായി ഓടിയെത്തി നിന്നെ ഗന്ധർവന്മാരിൽ നിന്ന് മോചിപ്പിച്ചത് ഗാണ്ഡീവധാരിയായ അർജുനനാണ്. അർജുനന് പകരമായി ആരും തന്നെയില്ല. കിരാതരൂപം പൂണ്ട സാക്ഷാൽ പരമേശ്വരനോട് ഏറ്റുമുട്ടി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം നേടിയെടുത്ത വില്ലാളി വീരനാണ് അർജുനൻ. ദുര്യോധന, ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, കർണനെ കണ്ടുകൊണ്ട് നീ വെറുതെ മനക്കോട്ട കെട്ടേണ്ട. കർണനെ കൊണ്ട് എന്താണ് ചെയ്യുവാൻ കഴിയുക എന്ന് നീ സ്വയം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. നിന്റെ എടുത്തുചാട്ടം കാരണം പൊലിഞ്ഞു പോകുന്നത് കുരുവംശ യോദ്ധാക്കന്മാരുടെ ജീവനാണ്. അതുവഴി അനാഥമാകുന്ന നിരവധി കുടുംബങ്ങളുണ്ട് എന്ന് നീ ഓർത്താലും അച്ഛനെ നഷ്ടമായ കുഞ്ഞുങ്ങളുടെ ഒരു തലമുറയും വിധവകളുടെ ഒരു മഹാരാജ്യവുമാണ് നിന്റെ പ്രവൃത്തിയിലൂടെ പടുത്തു ഉയർത്തപ്പെടുന്നത്. പണം, പ്രതാപം, സമ്പത്ത്, ശക്തി, ഐശ്വര്യം, ഭൂമി ഇവയെല്ലാത്തിനേക്കാളും 1000 മടങ്ങ് മൂല്യമുള്ളതാണ് യോദ്ധാക്കന്മാരുടെ പ്രാണൻ. ദുര്യോധന, എന്ത് കണ്ടിട്ടാണ് നീ യുദ്ധവരെ പൂണ്ടു നിൽക്കുന്നത്? കർണനെ നീ കൂട്ടുകയേ വേണ്ട. പാണ്ഡവർ അജയരാണ് പുത്ര. നീ അവരുമായി സന്ധിയിലേർപ്പെടൂ. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ എല്ലാം പൊറുക്കുവാനും ക്ഷമിക്കുവാനും തയ്യാറായിരിക്കും. നീ പാണ്ഡവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് അർഹമായത് തിരിച്ചു നൽകി കുലത്തെ സംരക്ഷിച്ചാലും പുത്ര. പിതാമഹൻ എന്നിട്ട് ധൃതരാഷ്ട്രരോട് പറഞ്ഞു, മഹാരാജൻ, അന്ധത ഒരു അലങ്കാരമായി അങ്ങ് കൊണ്ടു നടക്കുന്നു. വ്യക്തമായ ധാരണ എല്ലാത്തിനെക്കുറിച്ചും ഉണ്ടായിട്ടും എന്തുകൊണ്ട് താങ്കൾ ദുര്യോധനനെ നിയന്ത്രിക്കുന്നില്ല? തനിക്ക് ഒന്നും കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന സൗകര്യപൂർവമായ ഒഴിവ് പറഞ്ഞ് അങ്ങ് നിസ്സഹായനെ പോലെ ഇരിക്കുമ്പോൾ തുലാസിലാടുന്നത് മഹനീയമായ കുരുവംശത്തിന്റെ ഭാവി തന്നെയാണ്. പുത്രസ്നേഹം അങ്ങയെ കൂടുതൽ അന്ധനാക്കിയിരിക്കുന്നു. ഈ കുലം മുടിയുന്നെങ്കിൽ അതിന് കാരണം ദുര്യോധനനെ നിയന്ത്രിക്കാതെ സ്വന്തം അന്ധതയെ പഴിച്ച് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്ന അങ്ങായിരിക്കും. സ്വന്തം പുത്രന് സൽബുദ്ധി പറഞ്ഞു കൊടുത്താലും മഹാരാജൻ. ഞാനിത് പറയുന്നത് പിതാമഹനായോ ഗംഗേയനായ ഭീഷ്മരായോ പരശുരാമന്റെ ശിഷ്യനായോ ഒന്നുമല്ല. ഞാൻ ഒരു വൃദ്ധനാണ്. ഇതെല്ലാം എൻ്റെ ആശങ്കകളാണ്. ഭീഷ്മർ തുടർന്നു, വൃദ്ധരുടെ വാക്കുകൾ ഔഷധം പോലെയാണ് എന്ന് പറയപ്പെടുന്നു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തിലൂടെ വരുന്ന അറിവുകളാണ് അവരുടെ വാക്കുകൾ. എന്നാൽ രോഗി പഥ്യം നോക്കിയില്ലെങ്കിൽ ഔഷധം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതിനാലാണ് ദുര്യോധന ഞാൻ നിന്റെ ബുദ്ധിയിലേക്ക് കുറച്ച് വെളിച്ചം പകരുവാൻ ശ്രമിക്കുന്നത്. സ്വാർത്ഥത മനുഷ്യനെ ക്രൂരനും അവിവേകിയുമാക്കുന്നു. ലോകത്തെ മുഴുവൻ സമ്പത്തും ഐശ്വര്യവും സ്ത്രീകളും ലഭിച്ചാലും ഒരു മനുഷ്യന്റെ ആർത്തി അടങ്ങുകയില്ല എന്ന് നീ അറിഞ്ഞാലും ദുര്യോധന. നിന്റെ പൂർവികനായ യയാതി മഹാരാജാവിന്റെ കഥ നിനക്ക് അറിയാവുന്നതല്ലേ?
ഭയങ്കരമായ സ്വാർത്ഥതയുടെ കുരുക്കിൽ പെട്ടുപോകുന്ന മനുഷ്യൻ അധ്വാനിക്കുന്നത് നിർത്തി കാപട്യത്തെ ആഗ്രഹിക്കുന്നു. അവൻ ധർമ്മത്തെ വെടിയുന്നു. നീ ഇപ്പോൾ ആ വഴിയാണ് സഞ്ചരിക്കുന്നത് ഉണ്ണി. പാണ്ഡവരെ ദ്രോഹിച്ച് നിനക്ക് മതിയാക്കാത്തത് എന്താണ്? ദ്രൗപദിയെ വിവസ്ത്രയാക്കുവാൻ നീ നിർദ്ദേശം നൽകിയതിന് സാക്ഷിയാകേണ്ടി വന്നു ഈ മഹനീയമായ രാജസഭയ്ക്ക്. ഇതിനപ്പുറം നിനക്കിനി എത്രത്തോളം അധപ്പതിക്കുവാൻ സാധിക്കും ദുര്യോധന? ഉണ്ണി, ലോകം നിന്നെ വിദ്വേഷത്തിന്റെ മഹാവൃക്ഷം എന്ന് നിന്ദിക്കുന്നതിനേക്കാളും ഭേദം നീ ഗദാവീരൻ എന്ന കീർത്തി നേടുന്നതാണ്. ഞാൻ നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ദ്വൈതവനത്തിൽ നിന്നും നീ ജീവനോടെ മടങ്ങിയെത്തിയതിന് കാരണം കർണനല്ല, അർജുനനാണ്. നീ മിഥ്യാവിശ്വാസം വച്ചു പുലർത്തുന്ന കർണൻ എന്ത് പരാക്രമമാണ് കാട്ടിയത്? ദുര്യോധന, ഉണ്ണി, നല്ലതും ചീത്തയുമായ സകല ചിന്തകളും ജനിക്കുന്നത് മനസ്സിൽ നിന്നുമാണ്. നിനക്ക് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കും, എന്നാൽ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ പ്രയാസമാണ്. നീ യഥാർത്ഥ വീരനാണെങ്കിൽ ആദ്യം കീഴടക്കേണ്ടത് സ്വന്തം മനസ്സിനെയും അതിൽ നിന്ന് വരുന്ന ദുശ്ചിന്തകളെയുമാണ്. പിതാമഹൻ ധൃതരാഷ്ട്രരുടെ കയ്യിൽ നിന്നും ചെങ്കോൽ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഈ ചെങ്കോൽ പിടിക്കുവാൻ വേണ്ടിയല്ലേ ദുര്യോധന നീ പാണ്ഡവരുടെ നാശത്തിനായി ഓരോ പദ്ധതികൾ മെനഞ്ഞു കൂട്ടുന്നത്? എന്നാൽ ആ പദ്ധതികളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആയിരക്കണക്കിന് യോദ്ധാക്കളായിരിക്കും. രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്ന യോദ്ധാക്കളുടെ ജീവൻ വച്ച് നീ കളിക്കരുത് ദുര്യോധന. നീ ഇവരെയെല്ലാം മരണത്തിലേക്കാണ് നയിക്കുന്നത്. ഭീമന് വിഷം നൽകിയതും അരക്കില്ലത്തിന് തീ കൊടുത്തതും തൊട്ട് ഇപ്പോൾ പാളിപ്പോയ നിന്റെ ഘോഷയാത്ര എന്ന തന്ത്രം വരെയും നീ പാണ്ഡവരെ നിർത്താതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീയോടാണ് നീ കളിക്കുന്നത്. പാണ്ഡവർ ആകുന്ന കാട്ടുതീ കത്തിപ്പടർന്നാൽ അത് കെടുത്തുവാൻ നിനക്കോ നിന്റെ കർണനോ നമുക്ക് ആർക്കുമോ കഴിഞ്ഞുവെന്ന് വരില്ല. നീ ചൂതാടുന്നത് യോദ്ധാക്കളുടെ ജീവൻ വച്ചാണ്. അവരുടെ പ്രാണനെ വെച്ച് നോക്കുമ്പോൾ ഈ ചെങ്കോൽ വെറും തുച്ഛമാണ്. ഇത്രയും പറഞ്ഞ് കിതച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ചെങ്കോൽ രാജസഭയുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാവരും ഞെട്ടിത്തെരിച്ചു. പരമപവിത്രമായ ചെങ്കോലാണ് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. നിലത്ത് കിടക്കുന്നത് രാജവംശത്തിന്റെ മഹനീയമായ ചെങ്കോലാണ്. എല്ലാവരും അത് കണ്ട് ചാടി എണീറ്റു. ബലിഷ്ഠമായ ഒരു കൈ താഴെ കിടന്ന ചെങ്കോൽ എടുത്തുയർത്തി. അത് കർണന്റെ കൈകളായിരുന്നു. കർണൻ എല്ലാവരോടുമായി അലറി, ഇരിക്കുവിൻ. എല്ലാവരും കർണൻ എന്ത് പറയുവാൻ പോകുന്നു എന്ന് കേൾക്കുവാനായി ഇരുന്നു. കർണന്റെ ഉള്ളിൽ അശരീരി പോലെ പിതാമഹന്റെ വാക്കുകൾ മുഴങ്ങി. പിന്തിരിഞ്ഞോടിയ കർണൻ. എന്ത് പരാക്രമമാണ് കർണൻ കാണിച്ചിട്ടുള്ളത്? കർണനെ കണ്ടുകൊണ്ട് നീ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടണ്ട ദുര്യോധന. നിനക്ക് ജീവൻ തിരിച്ചു ലഭിച്ചത് കർണനിൽ കൂടെയല്ല, അർജുനനിലൂടെയാണ്. അർജുനനൊത്ത ഒരു പോരാളി വേറെയില്ല. കർണൻ ഇടുത്തി പോലെ ശക്തമായ ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു. കർണൻ ഭീരുവല്ല, രണഭൂമി വിട്ട് പലായനം ചെയ്തതുമല്ല. പിതാമഹൻ എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് എന്ന് അറിയാതെ വ്യക്തമായ ധാരണ ഇല്ലാതെയാണ് ഇപ്രകാരം എന്നെക്കുറിച്ച് പറയുന്നത്. കർണൻ അർജുനനേക്കാൾ മികച്ച പോരാളിയാണ് എന്ന് ഞാൻ തെളിയിക്കും. യുദ്ധത്തിൽ നേടുന്ന വിജയമാണ് ധൈര്യത്തിന്റെ അളവുകോലെങ്കിൽ സൂതപുത്രനും രാധേയനുമായ ഈ കർണൻ ആര്യാവർത്തമാകെ ഈ രാജദണ്ഡിന് അധീനതയിലാക്കും. നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായ സകല രാജ്യങ്ങളും രാജാക്കന്മാരെയും ഞാൻ കീഴ്പ്പെടുത്തും. അവരെ എല്ലാവരെയും ഞാൻ ഈ രാജദണ്ഡിന് മുന്നിൽ ശിരസ് നമിപ്പിക്കും. ഞാൻ പോവുകയാണ് ദിഗ്വിജയത്തിനായി. സകല രാജ്യങ്ങളും കീഴ്പ്പെടുത്തി ഞാൻ ഹസ്തിനപുരിയിലേക്ക് തിരികെ എത്തും. അതിന് സാധിച്ചില്ലെങ്കിൽ രണഭൂമിയിൽ ദുര്യോധനു വേണ്ടി പോരാടി ഞാൻ മരണപ്പെടും. ഇത് കർണന്റെ വാക്കാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാരണവശാലും ശ്രീകൃഷ്ണന്റെ മധുരയെയോ ദ്വാരകയെയോ ആക്രമിക്കുകയില്ല. അത് ഒരു തരത്തിലും പരാജയ ഭീതി കൊണ്ടോ മരണഭയം കൊണ്ടോ അല്ല. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഒരുപോലെ കൗരവപക്ഷത്തിനും പാണ്ഡവപക്ഷത്തിനും മിത്രമാണ് എന്ന് ഞാൻ കരുതുന്നതിനാലാണ് അത്. പിതാമഹ, അങ്ങ് അർജുനനെയും കർണനെയും താരതമ്യപ്പെടുത്തി അർജുനൻ മികച്ചവൻ എന്ന് പറയുന്നുവല്ലോ. പണ്ട് അരങ്ങേറ്റ വേളയിൽ ഞാൻ മുഴക്കിയ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. അർജുനനെ ഞാൻ ഇന്നും വെല്ലുവിളിക്കുന്നു, നേർക്കുനേർ നിന്ന് എന്നോട് ഏറ്റുമുട്ടുവാൻ. ലോകം അറിയുമല്ലോ ആരാണ് കേമനെന്ന്. ഞാൻ എൻ്റെ വാക്കിൽ നിന്നും പിറകോട്ട് പോവുകയില്ല. എന്നെങ്കിലും അർജുനനുമായി ഞാൻ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ദിവസം വന്നെത്തും. അന്ന് അങ്ങയ്ക്കും ലോകത്തിനുമെല്ലാം മനസ്സിലാകും ഞാനാണ് അർജുനനേക്കാൾ കേമനെന്ന്, ശ്രേഷ്ഠനെന്ന്. പിതാമഹ, ഈ പവിത്രമായ രാജദണ്ഡ് ഇപ്രകാരം വലിച്ചെറിയുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ മഹനീയമായ രാജദണ്ഡ് ഇനി ഇപ്രകാരം താഴെ വീഴാതിരിക്കുവാനാണ് ഞാൻ അത് എടുത്ത് ഉയർത്തിയത്. പിതാമഹൻ വലിച്ചെറിഞ്ഞ രാജദണ്ഡിന്റെ യശസ് ഞാൻ വാനോളം ഉയർത്തും. പിതാമഹ, അങ്ങ് പണ്ട് തൊട്ടേ എന്നോട് ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങയ്ക്ക് ദുര്യോധനനെ ഇഷ്ടമല്ലാത്തതിനാൽ ദുര്യോധനനോടുള്ള വെറുപ്പ് അദ്ദേഹത്തിന്റെ മിത്രമായ എന്നിലേക്കും പകരുന്നതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കർണൻ തുടർന്ന് ദുര്യോധനനോട് പറഞ്ഞു, യുവരാജൻ, അങ്ങയ്ക്ക് വേണ്ടി തറയിൽ വീഴപ്പെട്ട ഈ ചെങ്കോലിന് വേണ്ടി ഞാൻ ദിഗ്വിജയം നേടി മടങ്ങിയെത്താം. പാണ്ഡവന്മാർ 5 പേർക്കും ഒരുമിച്ച് നിന്നും നേടിയെടുക്കുവാൻ സാധിക്കാത്തത് ഈ കർണൻ തനിച്ച് നേടിയെടുത്ത് അങ്ങയ്ക്ക് സമ്മാനിക്കും. ഇത് സൂതപുത്രൻ എന്ന് ലോകം പരിഹസിക്കുന്ന രാധേയനായ കർണന്റെ വാക്കുകളാണ്. ദുര്യോധനൻ കർണനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. സ്വർണ്ണ ചെങ്കോൽ ഉയർത്തിപ്പിടിച്ച് സ്വർണ്ണ വൃക്ഷം കണക്കെ സൂര്യപ്രഭയോടെ തലയുയർത്തി നിന്ന കർണനെ രാജസഭയിൽ കൂടിയവർ വാഴ്ത്തി. അംഗരാജൻ കർണൻ വിജയിക്കട്ടെ, അംഗരാജൻ കർണൻ വിജയിക്കട്ടെ. ഭീഷ്മ പിതാമഹൻ തന്റെ വാക്കുകൾ എത്തിപ്പെടേണ്ട ഇടത്ത് എത്തിപ്പെടാത്തതിൽ വ്യസനിച്ച് തലതാഴ്ത്തി. ദുര്യോധനൻ എല്ലാവരോടുമായി പറഞ്ഞു, എന്റെ പ്രതിനിധിയായി കുരുവംശത്തിന്റെ കീർത്തി വാനോളം ഉയർത്തുവാനായി ദിഗ്വിജയത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന അംഗരാജൻ കർണന് പിറകെ ഞാൻ കുരുക്കളുടെ ശക്തമായ 4 അക്ഷൗഹിണി സൈന്യത്തെയും അയക്കും. പോകുന്ന ദിക്കിലെല്ലാം വിജയം കൈവരിച്ച് നീ തിരികെ എത്തിയാലും എൻ്റെ പ്രിയമിത്രമേ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങനെ കർണൻ ദിഗ്വിജയത്തിനായി വലിയൊരു സൈന്യത്തോടൊപ്പം തന്റെ യാത്ര പുറപ്പെട്ടു. കിഴക്കേ ചക്രവാളത്തിലെ സാക്ഷാൽ സൂര്യനെ പോലെ സ്വർണത്തിന്റെ തേജസ്സോടെ കർണൻ തന്റെ കുതിരയായ വായുജത്തിന്റെ പുറത്തേറി വലിയ സൈന്യത്തിന്റെ അകമ്പടിയോടെ ആദ്യം ആക്രമിക്കുവാൻ തീരുമാനിച്ചത് ദ്രുപദന്റെ പാഞ്ചാല ദേശത്തെയായിരുന്നു. ദ്രൗപദിയുടെ പിതാവായ ശക്തനായ ദ്രുപദന്റെ പാഞ്ചാല ദേശത്തെ. തൽക്കാലം മഹാഭാരതത്തിന്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാനും ശ്രമിക്കുക. നന്ദി.